കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മനസ്സിൽ പലതും കണക്ക് കൂട്ടി ശ്രീ കയ്യിലെ വിമ്മിൽ നിന്നും കുറച്ചെടുത്ത് ശിവക്കുണ്ടാക്കിയ ടീയിൽ കലക്കി സ്മെല്ല് കിട്ടാതിരിക്കാൻ കുറച്ച് ഏലക്ക പൊടിച്ചിട്ടു. പഞ്ചസാരയും വിട്ട് നന്നായി ഇളക്കി ഒരു കപ്പിലേക്ക് പകർന്ന് ശിവയുടെ അടുത്തേക്ക് നടന്നു. ശ്രീ ചായയും കൊണ്ട് സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ ശിവ മിത്തുവുമായിട്ട് സ്കൂളിലെ വിശേഷങ്ങൾ തിരക്കിയിരിക്കുകയാണ്. ഇതാ ചായ. എനിക്ക് വേണ്ട, നീ കൊച്ചിന് കൊടുത്തേരെ, ഇവിടെ ക്ഷീണിച്ച് വന്നതല്ലേ. ദൈവമേ, പണിയാവോ? ഏയ് അത് വേണ്ട, അവൾക്ക് ഞാൻ പാല് കാച്ചി കൊടുത്തോളാം, ഇത് നിങ്ങൾ കുടിച്ചോ. എനിക്ക് വേണ്ട. അത് പറ്റില്ല, നിങ്ങൾ കുടിക്കണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ഇത് ഇവൾക്ക് കൊടുക്ക്. വേണ്ട, ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അതെന്താ? അത് ഒന്നുമില്ല. എന്നാ ഇങ്ങത്താ. അത് പറഞ്ഞ് ശിവ അവളുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി മിത്തുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അയ്യോ, അത് കൊച്ചിന് കൊടുക്കല്ലേ. അതെന്താ അവൾ കുടിച്ചാ? നീ കുറെ നേരമായല്ലോ. അത് പിന്നെ ഞാനതിൽ പിന്നെ അതില്ലേ. നിന്ന് വിൽക്കാതെ കാര്യം പറയടി. ഞാൻ ആ ചായയിൽ വിമ്മിട്ടിട്ടുണ്ട്, അത് അവൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ. എന്റെ ശ്രീമോളിങ് വന്നേ. ഞാൻ വരില്ല, ഇങ്ങ് പാടി. ശിവ കാര്യപ്പെടുത്തും ശ്രീ ആ സ്പോട്ടിൽ തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പൊ തന്നെ ശിവ അവളുടെ ചെവിക്ക് പിടിച്ച് കിഴുക്കി. ശിവേട്ടാ, വീട്ടിൽ വേദനിക്കുന്നു. ഇനി മേൽ നീ വീടിന്റെ ചായ ഉണ്ടാക്കൂടി. ഇല്ല, വീട്ടിൽ വേദനിക്കുന്നു. കുറച്ച് വേദനിക്കണം, എന്നാലേ പഠിക്കൂ നീ. എന്നാ ഇത് കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യ്. ശിവ അവളുടെ ചെവിയിൽ പിടിവിട്ട് കപ്പ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ് അവിടുന്ന് എണീറ്റ് ഉള്ളിലേക്ക് നടന്നു. അതെ, ചായ വേണ്ടേ? ശ്രീയുടെ ചോദ്യം കേട്ടതും ശിവ നടന്നു നിർത്തി അവളെ തിരിഞ്ഞു നോക്കി. അത് പിന്നെ ഞാൻ വേറിട്ട് തരാം. ദയവ് ചെയ്ത് ഇനി നീ ചായ ഉണ്ടാക്കരുത്, അപേക്ഷയാണേ. അത് പറഞ്ഞ് ശിവ പോയതും അവൾ ചുണ്ടു കൂർപ്പിച്ച് അവൻ പോയ വഴിയെ നോക്കി. പിന്നെ നിരാശയോടെ കയ്യിലിരിക്കുന്ന ചായക്കപ്പിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. രാത്രി ശിവക്കിട്ട് എങ്ങനെ പണി കൊടുക്കുന്ന ആലോചിച്ച് ബെഡിൽ ചമ്മറം പഠിച്ചിരുന്ന് നഖം കടിച്ചിരിക്കുകയായിരുന്നു ശ്രീ. തന്റെ വിരലുകൾ കാണും തോറും അവൾക്ക് വീണ്ടും വീണ്ടും സങ്കടം വന്നു. ഒപ്പം ശിവക്കിട്ട് പണിയാനുള്ള ത്വര അവൾക്ക് കൂടി കൂടി വന്നു. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ടേബിളിലുള്ളവന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. ഡിസ്പ്ലേയിൽ മെർലിന്റെ നമ്പർ തെളിഞ്ഞതും ശ്രീ കോൾ എടുത്ത് അവളോട് സംസാരിച്ച് ശിവയും തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ടെറസിൽ നിന്നും ഷാമിന്റെയും ശരത്തിന്റെയും ശബ്ദം കേട്ട് ശ്രീ അങ്ങോട്ട് പോയപ്പോൾ ശിവ അവിടെ ഉണ്ടായിരുന്നു. 3 പേര് കൂടി അവിടെ ഇരുന്ന് ആരും അറിയാതെ വെള്ളം അടിക്കുകയാണെന്ന് കണ്ടതും ശ്രീ എന്തോ കത്തിയതുപോലെ ഊറിച്ചിരിച്ചു. ചേച്ചി, ശിവേട്ടനെ ഇവിടെ കാണാനില്ല, ഞാൻ വന്നിട്ട് വിളിക്കാൻ പറയാവേ. അത് പറഞ്ഞ് വേഗം തന്നെ ഫോണ് കട്ടാക്കി. കാണിച്ചു തരാം നിനക്ക്. അപ്പച്ചി. ശ്രീ മനസ്സിൽ കണക്ക് കൂട്ടി അംബികയെ വിളിച്ച് താഴേക്ക് ഓടി. അപ്പച്ചി. എന്തിനാ മോളെ നീ ഇങ്ങനെ ഓടിക്കരച്ച് വരുന്നേ? അത് പിന്നെ അപ്പച്ചി അവിടെ ഉണ്ടല്ലോ. ശ്രീ കിതപ്പം മാറാതെ മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവിടെ എന്താ? അവര് 3 കൂടി വെള്ളടിക്കുന്നു. അതാണോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? പ്രതികരിക്ക് അപ്പച്ചി. വല്ലപ്പോഴല്ലേ മോളെ, വെട്ടിക്കളഞ്ഞേരേ. അപ്പച്ചിയോട് ആരാ പറഞ്ഞേ? അവൾ ഡെയിലി കുടിക്കും, ബോധം മാറിയോളം കുടിച്ച് അവിടെ തന്നെ കിടക്കാറ പതിവ്. വേണേ നീരിച്ചു വെച്ചിട്ട് ചോദിച്ചു നോക്ക്. ഓഹോ, അങ്ങനെയാണോ? അവന്മാരെ ഞാൻ കാണിച്ചു കൊടുക്കാം. എത്ര പറഞ്ഞാൽ കേൾക്കില്ല കഴുതകള്. അവരെവിടെയാ ഉള്ളത്? അവരവരുടെ ടെറസിലാണ് അപ്പച്ചി. ശ്രീ പറഞ്ഞത് കേട്ടതും അംബിക ദേഷ്യത്തിൽ സിറ്റൗട്ടിലിരിക്കുന്ന രാമനാഥനെ നോക്കി മുകളിലേക്ക് കയറി. എന്റെ ശ്രീ, നിനക്ക് എന്തിന്റെ കുഴപ്പാണ്? ഇതൊക്കെ ഒരു രസമല്ലേ നീതുസേ? ഏത്, ഇങ്ങനെ ഒറ്റ കൊടുക്കുന്നതോ? അത് പിന്നെ നമ്മളെ കൊണ്ട് ഇതൊക്കെ കഴിയൂ. ഞാൻ വരട്ടെ, ചേച്ചി പോരുന്നോ? അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുന്നത് കാണാം. അയ്യോ ഏട്ടന്മാരെ, പണി പാളിട്ടോ. ശ്യാം വെപ്രാളത്തോടെ ഫോണ് വെച്ച് ശിവക്കും ശരത്തിനും അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു. എന്ത് പറ്റിയടാ? അത് പിന്നെ വല്യേട്ടാ, അച്ഛനാ വിളിച്ചേ. നമ്മളിവിടെ കൂടി വരും, അമ്മ അറിഞ്ഞു കാര്യതൊളി വരുന്നുണ്ടെന്ന്. ശ്യാം പറഞ്ഞത് കേട്ട് 2 പേരും ചേട്ടി വായിലുള്ളത് പുറത്തേക്ക് തുപ്പി ഇരുന്നേരത്ത് ചാടി എഴുതിട്ടു. നീ എന്താ പറഞ്ഞേ? സത്യാണോ? ഓ, ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ ഇതൊക്കെ എടുത്ത് മാറ്റാൻ നോക്ക്. ശ്യാം പറഞ്ഞത് കേട്ടാണ് 2 പേരും ബോധത്തിലേക്ക് വന്നത്. കയ്യിലുള്ള ഗ്ലാസും ടേബിളിലിരിക്കുന്ന വോഡ്കയുടെ കുപ്പിയും മാറ്റി വെക്കുന്നതിന് മുമ്പേ അംബിക അങ്ങോട്ട് വന്നിരുന്നു. എന്താ നിങ്ങൾക്ക് 3 ഇവിടെ പണി? അത് പിന്നമ്മേ, ഞങ്ങളിത് കാറ്റുകൊള്ളാൻ വന്നതാ. ശരത്ത് അല്ല നിഷ്കുഭാവം വിട്ടുകൊണ്ട് പറഞ്ഞു. മറ്റവരും അതേ ഭാവത്തിൽ തലയാട്ടി. കാറ്റ് കൊള്ളാൻ എന്തിനാ ഈ കുപ്പിയുടെ ആവശ്യം ചോദിക്കപ്പച്ചി. അതുവരെ വാതിലിന്റെ അടുത്ത് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടുന്ന ശ്രീ ഇടയിലേക്ക് ചാടി വീണുകൊണ്ട് പറഞ്ഞതും
മൂന്ന് പേരും ഇതിപ്പോ എവിടുന്ന് വന്നു എന്ന രീതിയിൽ അവളെ വിളിച്ചു നോക്കി. അത് പിന്നെ അമ്മ ഉദ്ദേശിക്കും പോലെ ഒന്നുമില്ല. ഞങ്ങൾ ഇതിവിടെ കണ്ടപ്പോ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ രുചിച്ചു നോക്കിയതാ. ഇവൻ കള്ളം പറയാ അപ്പച്ചി, ഇവനാ ഈ കുപ്പി വീട്ടിലേക്ക് വാങ്ങി വരുന്നത്. ശ്രീ പറഞ്ഞത് കേട്ട് അംബിക ശ്യാമിന്റെ ചെവിക്ക് പിടിച്ച് കിഴക്കി. മോട്ടത്തോട് ഇനിയും തലേന്ന് പോയിട്ടില്ല. അയ്യോ അമ്മേ, അത് മോട്ടത്തോടല്ല, ഡാൻഡ്രാഫാണ്. മിണ്ടാതെ നിന്നോളണം. ശ്യാമിനോടൊന്നും പറഞ്ഞ് അവൻ ശരത്തിനെ ശിവക്കും നേരെ തിരിഞ്ഞതും രണ്ടുപേരും കയ്യിലുള്ള ഗ്ലാസ് പിറകിലേക്ക് പിടിച്ച് അവരെ നോക്കി വിളിറി ചിരിച്ചു. ഒരു പ്രാവശ്യം കുടിച്ച് ബോധമല്ലാതെ എല്ലോടും കിടന്നവനാ. നിന്നെയൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ പറഞ്ഞാൽ അനുസരിക്കില്ല അല്ലേടാ. അത് പറഞ്ഞ അംബിക രണ്ടുപേരെയും നടുപ്പുറം നോക്കി കൊടുത്തു. ആ അമ്മേ! രണ്ടുപേരും നടിയൊഴിഞ്ഞ് ദേഷ്യത്തിൽ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന അംബികയെ നോക്കി. നാണല്ലല്ലോ നിങ്ങൾക്ക് ഇത്രയും വലുതായിട്ട് അമ്മയുടെ കൈ അടി വാങ്ങി കൂട്ടാൻ. ശ്രീ പതിയെ ശിവ കേൾക്കാൻ പാകത്തിന് പറഞ്ഞതും ശിവ അടി കിട്ടിയ ഭാഗം ഒഴിഞ്ഞ് അവളൊന്ന് കല്ലിപ്പിച്ച് നോക്കിയതും ശ്രീ വേഗം അംബികയുടെ അടുത്തേക്ക് പോയി നിന്നു. ദേ അപ്പച്ചി കണ്ടോ, ഞാൻ എന്താ തെറ്റ് ചെയ്ത പോലെ എന്നെ നോക്കി പേടിപ്പിക്കുന്നു. എന്നെ കൈ കിട്ടിയ ശരിയാക്കൊന്ന് പറഞ്ഞു. ശിവയെ ചൂണ്ടിക്കാണിച്ച് ശ്രീ പറഞ്ഞതും അംബിക അവനെ നോക്കി കണ്ണുരുട്ടി. ശിവയാണെങ്കിൽ ഇതൊക്കെ എപ്പോന്ന രീതിയിൽ വാ പൊളിച്ച് അവളെ നോക്കി. അതിൽ തന്നെ ശിവക്ക് മനസ്സിലായിരുന്നു അവൾ മനഃപൂർവ്വം അവനിട്ട് വാങ്ങിച്ച് തരുന്നതാണെന്ന്. ഇന്നത്തോടെ നിർത്തിയേക്കണം നിങ്ങളുടെ കുടി. ഇനി മേലെ ഈ സാധനം വീട്ടിൽ കയറ്റിയെന്ന് ഞാൻ അറിഞ്ഞാ 3 കാള പോലെ വലുതായെന്നൊന്നും ഞാൻ നോക്കില്ല. ഇപ്പൊ കിട്ടിയതിൽ ഇരട്ടി കിട്ടും നിനക്കൊക്കെ, മനസ്സിലായോടാ. അംബിക പറഞ്ഞത് കേട്ടത് 3 പേരും മനസ്സിലായെന്ന രീതിയിൽ തലയാട്ടി. എന്നാ നടക്ക 3 താഴേക്ക്. അത് പറഞ്ഞവർ ഇറങ്ങിപ്പോയത് 3 പേരും ശ്രീയെ നോക്കി പല്ല് കടിച്ച് അവിടെ കൂടെ പോയി. എന്തിനട കിളവ ചിരിക്കുന്നേ? ആളിലെ തറയിൽ ചീറ്റി വിരിച്ച് അതിൽ കിടക്കുന്ന 3 കണ്ട് പൊട്ടിച്ചിരിക്കുന്ന രാമനാഥനെ കണ്ട് ശരത് ദേഷ്യത്തിൽ പില്ലെടുത്ത് എഴുതുകൊണ്ട് ചോദിച്ചു. പിന്നെ ചിരിക്കാതെ, നിന്റെയൊക്കെ കിടത്തെ കാണുമ്പോൾ ചിരി നിർത്താനേ പറ്റുന്നില്ല. എന്നെ കൂട്ടാതെ നിങ്ങൾ 3 പോയതല്ലേ, എന്നിട്ട് എന്തായി? നിനക്കൊക്കെ എങ്ങനെ തന്നെ വേണടാ. അയ്യോ ഞാനിപ്പോ ചിരിച്ച് ചാവേ. ദേ ഇനിയും ചിരിച്ച അച്ഛനാണെന്ന് നോക്കില്ല, ചവിട്ടി കൂട്ടും ഞാൻ. ശിവം ഇത് കലിപ്പേ. പിന്നെ നീ എന്നെ ഓലത്തും. പോട്ടെ, എന്റെ മക്കള് വിഷമിക്കണ്ട. നിനക്കൊക്കെ അറിയോ, നിന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ ഇതുപോലെ ഇവിടെ കിടന്നതാ. അതൊക്കെ അന്ന കാലം. അച്ഛൻ അന്നേ ഉള്ളിൽ കയറി കിടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ ഭാര്യയെ കുറിച്ച് ഉറങ്ങിയെന്തോ. ഏടാ മക്കളെ, അവൾ എന്ത് തണ്ടിത്തരം ചെയ്താലും സഹിക്കും. പക്ഷേ കുടിക്കുന്നത് അത് മാത്രം അവള് സഹിക്കില്ല. കുടിച്ചെന്നെങ്ങാൻ അറിഞ്ഞാൽ തുടങ്ങും. നിന്റെയൊക്കെ തള്ളവിടെ കിടന്ന് ഭദ്രകാളി കണക്ക് ഉറഞ്ഞതുള്ളാൻ. കുടിച്ചു വലതും വരുതി വെക്കുമെന്ന് പേടിയാ അവൾക്ക്. എന്ത് ചെയ്യാനാ, പ്രേമിച്ചു പോയില്ലേ, എല്ലാം എന്റെ വിധി. അച്ഛനിപ്പോ തോന്നുന്നുണ്ടോ അമ്മയെ പ്രേമിച്ച് കല്യാണം കഴിക്കണ്ടില്ലായിരുന്നു? അതിന് നീയൊന്നല്ലടാ ഞാൻ. അവളെ കെട്ടിയിട്ടുണ്ടെങ്കിലേ ഇതുവരെ കണ്ണു നിറക്കാതെ അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഈ അമ്മ എന്താ ഇങ്ങനെ? അച്ഛന് വേറെ വല്ലവരെയും കെട്ടിക്കൂടായിരുന്നോ? അവൾക്ക് എന്താടാ അത് കുഴപ്പം? ഇപ്പോഴും അവൾക്ക് ഞാൻ കഴിഞ്ഞുള്ളൂ. നീയൊക്കെ ഈ പുറമേ കാണുന്ന ദേഷ്യവും ഭാഷയും മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ പാവ. കെട്ടിയോളെ പറഞ്ഞ് കെട്ടിയോന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ആ പിടിച്ചില്ല. എന്തേ, നിനക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ പൊന്നച്ചോ, ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ഇനിയെങ്കിലും നന്നായിക്കൂടെ നിങ്ങൾക്ക് 3നും. അയ്യോ ആരാ ഈ പറയുന്നേ? ഞങ്ങൾ ഉപദേശിച്ച സമയങ്ങളത് പെണ്ണുമ്പിളേയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നു. ഡോണ്ട് ഡിസ്റ്റർബ് മീ. അതും പറഞ്ഞ് ശ്യാം പുതപ്പ് തലവഴി മൂടിക്കിടന്നു. അല്ലെങ്കിൽ ബോധത്തിനോടൊന്നും വേദോതിയിട്ട് കാര്യമില്ല. നിന്നോടൊക്കെ പറയാൻ വന്ന് എന്നെ വേണം പറയാൻ. അതും പറഞ്ഞ് രാമൻ അവിടുന്ന് പോയി. ഏടിന് എന്താ ഈ ഉറങ്ങാതെ ആലോചിച്ച് കിടക്കുന്നേ? മുകളിലെ ഫാൻ കറങ്ങുന്ന നോക്കി കിടക്കുന്ന ശരത്തിനെ നോക്കി ശിവ ചോദിച്ചു. ഒന്നുമില്ല, നീയൊക്കെ കാരണം നേരെ ചൊവ്വ കഞ്ഞി പോലും കുടിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും ഇപ്പോൾ. ചിരിക്കണ്ട ശിവ, നീ ഇങ്ങനെയാണ് പോക്കെങ്കിലേ എന്റെയൊക്കെ ശാപം ഉണ്ടാവും നിനക്ക്. അതെന്താ വല്യേട്ടാ? അതുവരെ മിണ്ടാതെ കിടന്ന ശ്യാമ പുതപ്പ് മാറ്റി ചോദിച്ചു. അതറിഞ്ഞിട്ട് നീ എന്തുണ്ടാക്കാൻ പോടാ? മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടാ തേണ്ടി. ഇതിനെല്ലാം കാരണം അവളെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. ദേ ശിവ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നത്തോടെ നിർത്തിയേക്കണല്ലോ. നിങ്ങൾ കാരണപ്പോൾ ഞങ്ങൾ കൂടിയോ പട്ടിണി കിടക്കുന്നേ. നിങ്ങൾ പണി കൊടുക്കുകയോ വാങ്ങി എന്താ ചെയ്തോ, ദയവ് ചെയ്ത് ഞങ്ങൾ വെറുതെ വിടാൻ പറയണം. എൻ്റെ അപേക്ഷയാണേ. ശരത്ത് പറഞ്ഞത് കേട്ട് പിന്നെ ശിവൊന്നും മിണ്ടാതെ കിടന്നു. ഇതേ സമയം വലുതായല്ലെങ്കിലും ശിവക്കിട്ടൊരു ചെറിയ പണി കൊടുക്കാൻ പറ്റിയ ആശ്വാസത്തിൽ
ശ്രീ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ശിവ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ബെഡിൽ സുഖമായും മിത്തുവിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ശ്രീയാണ്. ഉറങ്ങുന്ന കണ്ടില്ലേ പീശാജി, നിന്നെ ഞാൻ ശരിയാക്കി തേടി മൂദേവി. ശിവ അവളെ നോക്കി പല്ല് കടിച്ച് ടേബിളിലിരിക്കുന്ന ജഗ്ഗിലെ വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒടിച്ചു. അയ്യോ മഴ! ചാടി എണീറ്റ് ശ്രീ കാണുന്നത് ജഗ്ഗ് പിടിച്ചു നിൽക്കുന്ന ശിവയാണ്. അവ മഴ പെയ്തതല്ലേ, നിങ്ങൾക്ക് എന്തിന്റെ സുഖമാണ് കാല, മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ശ്രീ ദേഷ്യത്തിൽ മുഖത്തെ വെള്ളം തുടച്ചുകൊണ്ട് പറഞ്ഞു. മീണ്ടാതെ വേഗം പോയി റെഡി ആയിട്ട് പാടി. എന്തിനാന്നോ? ഇന്ന് മുതൽ നീ എന്റെ കൂടെ ഓഫീസിലേക്ക് വരും. ഇത്രയും ദിവസം ഇവിടെ ഇരുന്നില്ലേ, അത് മതി. അയ്യടാ, ഞാനങ്ങോട്ടില്ല, നിങ്ങൾ തന്നെ പോയാൽ മതി. അത് നീയല്ല തീരുമാനിക്കുന്നത്, വേഗം പോയി റെഡി ആവടി. അത് പിന്നെ ശിവേട്ടാ, ഞാൻ ഇന്നില്ല, നാളെ മുതൽ വരാം. ഇനി രക്ഷയില്ലെന്ന് അറിഞ്ഞ ശ്രീ കളം മാറ്റിക്കൊണ്ട് പറഞ്ഞു. അതെന്താ? എന്താന്നറിയില്ല, ഇന്ന് നല്ല വയറുവേദന. ശ്രീ വയറിൽ കൈവച്ച് അവൻ ഒളിക്കാണിട്ട് നോക്കി വേദന അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അതാണെങ്കിൽ ശിവ കൃത്യമായി കാണുകയും ചെയ്തു. ആണോ? എന്നാലേ നമുക്ക് പോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിച്ച് വേദനയ്ക്കുള്ളൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോകാം. അയ്യോ, ഇനി ഇഞ്ചക്ഷനോ? വേദന മാറണ്ടേ? ഇങ്ങനെ വേദന വന്നാൽ സൂക്ഷിക്കണം. ചിലപ്പോൾ വല്ല മാരകമായ അസുഖത്തിന് തുടക്കാണെങ്കിലോ. ഇങ്ങനെ വയറുവേദന വന്ന് തട്ടിപ്പോയവർ വരെ ഉണ്ട്. അമ്മോ, ഇതൊന്നുമല്ല, ഗ്യാസാണ്. പിന്നെ ഇപ്പൊ വേദനയൊക്കെ മാറി. ആണോ? എന്നാ വേഗം ഒരുങ്ങിക്കോ. അത് പറഞ്ഞ് ശിവ ടവലും ഭാഗത്ത് ബാത്റൂമിലേക്ക് നടന്നതും സ്ത്രീ കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് അവനെ തള്ളി മാറ്റി ബാത്റൂമിൽ കയറി അവനെ നോക്കി കൊഞ്ഞനും കുത്തി വാതിലടച്ചു. പെട്ടെന്നാണ് സ്ത്രീ കയറിയതിനേക്കാൾ വേഗത്തിൽ ഡോർ തുറന്നിറങ്ങി വന്നത്. നിന്റെ കുളി ഇത്രപ്പെടുന്ന് കഴിഞ്ഞോ? ഡോറിന്റെ അടുത്ത് നിന്ന് താളം ചവിട്ടുന്ന സ്ത്രീയെ നോക്കി ശിവ ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും സ്ത്രീ ഇല്ലെന്ന രീതിയിൽ ചുമൽ കൂച്ചി കാണിച്ചു. നോക്കി നിൽക്കാതെ വേഗം പോയി കുളിക്ക്, എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ. ഇപ്പൊ തന്നെ വൈകി. അത് പിന്നെ ബാത്റൂമിൽ എന്റെ പാവം ഓഗിക്ക് പണി കൊടുക്കുന്ന ഒരു കോക്രോച്ചിന്റെ കുടുംബക്കാരുണ്ട്. എന്തോന്ന്? അത് പിന്നെ ബാത്റൂമിൽ ഒരു കോക്രോച്ച്. ഓഗി ആൻഡ് കോക്രോച്ചിന്റെ പോലത്തെ ഒന്നാണ്. അത് നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. നീക്ക് പേടിയാ? പല്ലിയുണ്ട്. അയ്യേ, ഇത്ര വലുതായിട്ട് ഇപ്പോഴും ഇവറ്റകളൊക്കെ പേടിയാ? പേടിയോ? ആർക്ക്? എനിക്ക് പേടിയൊന്നുമില്ല. അതെന്താന്ന് കൂടി എനിക്ക് അറിയില്ല. പിന്നെ അവറ്റകളുടെ കുളിസീനെ അങ്ങനെ കാണുന്ന കരുതി പറഞ്ഞതാ. എന്നാ ധീരവനിത അവറ്റകളെ കുടിച്ചു പോയി കുളിച്ചാട്ടെ. ഞാനോ? അല്ല, അതിന് ഞാൻ നിന്റെ താന്ത ശിവദാസനെ പോയി വിളിച്ചോണ്ട് വരാം. എന്റെ അച്ഛനെ പറയുന്നുടാ നോറി. ആവശ്യം ഇപ്പൊ എന്റെ ആയിപ്പോയി. ഇല്ലേ ഇപ്പൊ കാണായിരുന്നു. ശ്രീ ശിവയെ നോക്കി പല്ല് കടിച്ച് മനസ്സിൽ പറഞ്ഞു. അതെ, പ്ലീസ് അതിനൊന്ന് ഓടിച്ചു തരുമോ? ശ്രീ ആവശ്യത്തിൽ കൂടുതൽ ദയനീയതയും സൗമ്യതയും വാരി വിതറി ചോദിച്ചപ്പോ ശിവക്ക് നിരസിക്കാൻ തോന്നിയില്ല. അവൻ പോയി അതിനെയൊക്കെ വെള്ളം മുടിച്ച് ഓടിച്ചു വിട്ടു. ഇനിയെങ്കിലും വേഗം കുളിച്ചിറങ്ങി, ഇപ്പൊ തന്നെ വൈകി. നിങ്ങൾ പുറത്തു പോ. ഇല്ലെങ്കിൽ അവിടെ തന്നെ നിന്നു, ഞാൻ കുളിക്കാൻ പോവാ. അയ്യേ, ഞാൻ പോവാ. നാണോ മാനോ ഇല്ലാത്തൊരു സാധനം. അതും പറഞ്ഞ് ശിവ പുറത്തു പോയതും ശ്രീ ചിരിയോടെ വാതിലടച്ച് വേഗം കുളിച്ചിറങ്ങി.